വടകര ലോക്സഭാ മണ്ഡലം LDO സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ പ്രചാരണം തുടരുകയാണ്. ഇന്ന് വടകര കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രചാരണം നടക്കുന്നത്. ആവേശോജ്വലപരമായ സ്വീകരണമാണ് എല്ലാ സ്ഥലത്തും ടീച്ചർക്ക് ലഭിക്കുന്നത്. ടീച്ചർ രണ്ടാം ഘട്ടം മൂന്നെന്ന് പറയാത്ത അർത്ഥത്തിൽ ഇന്ന് ഞങ്ങളെ ഒരു ആൾക്കൂട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള പ്രചരണമല്ല. നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കാണാൻ കഴിയാവുന്നത്ര, എല്ലാവരെയല്ല, കഴിയാവുന്നത്ര ആളുകളെ കാണണം. അതിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പഴയ പ്രവർത്തകരെയും ഒക്കെ ആയിട്ടുള്ള ആളുകളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം ഉപയോഗപ്പെടുത്തുന്നത്. വളരെ നല്ല പ്രതികരണമാണ് എല്ലാ ഭാഗത്തു നിന്നും കിട്ടുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ദിവസം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് കുറച്ചും കൂടെ നമ്മൾ പ്രചാരണത്തിലേറെ മുൻപോട്ട് പോയിട്ടുണ്ട്. അത് വലിയ ആത്മവിശ്വാസം. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് 26-ാം തീയതിയാണ് വെച്ചത്. ഞാൻ വിചാരിച്ചത് ഒരു 19-ാം തീയതി കണക്കിനുണ്ടാവുമെന്നാണ്. നോക്കുമ്പം 26-ാം തീയതിയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, ഒരാഴ്ചയും കൂടി പ്രചരണത്തിന് കിട്ടി എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ഗുണം. അപ്പോൾ കുറേയും കൂടി ആളുകളെ നേരിട്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ചിട്ടയായിട്ടുള്ള ചില പ്ലാനിങ്ങുകൾ ഞങ്ങൾ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്, അതുണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനിടയിൽ കഴിയാവുന്നത്ര ആളുകളെ നേരിൽ കാണുക. സ്ഥാപനങ്ങളിലൊക്കെ മിക്കവാറും പോയി കഴിഞ്ഞു. ഇനി വ്യക്തികളെ എല്ലാവരെയും കാണാൻ പറ്റില്ല, എന്നാലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ എത്തി തെരഞ്ഞെടുപ്പിൻ്റെ ഞങ്ങളുടെ മുദ്രാവാക്യം അറിയിക്കലാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ്. അതിനൊപ്പം ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പൗരത്വ നിയമ ഭേദഗതി ബിൽ അതുൾപ്പെടെ നടപ്പിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. വലിയ ആശങ്കയിൽ ഒരു വിഭാഗം ജനങ്ങളുണ്ട്. ആ ആശങ്ക തന്നെയാണോ ടീച്ചർക്ക് പലയിടത്തും പോകുമ്പോൾ കേൾക്കാൻ സാധിക്കുന്നതും? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മളൊരു ജനാധിപത്യ മതേതര ഭരണഘടന അതെല്ലാവരും അംഗീകരിച്ചത്, ഏതെങ്കിലും ഒരു ജാതി മതസ്ഥർ എന്നുള്ള നിലയിലല്ല, നമ്മളെല്ലാവരും അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യമാണത്. അതിന് ചെറിയ പോറലേറ്റാൽ ഒരിക്കലും സൗകര്യമില്ലാത്ത രാജ്യമായിട്ട് നമ്മൾ മാറും. അതാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ നാട്ടിനകത്തുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഇഷ്ടംപോലെ ഏജൻസികളും സംവിധാനമുണ്ട്. പക്ഷേ ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്നത് ഇവിടെ ജനിച്ചു വളരുന്ന, ഇവിടെ താമസിക്കുന്ന, ഇവിടെ വന്ന് ദീർഘവർഷമായിട്ട് താമസിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ്. അതിന് പോരായ്മയുണ്ടാകുമ്പോൾ അത് സമൂഹത്തിലുണ്ടാക്കുന്ന അസ്വസ്ഥത വളരെ വലുതായിരിക്കും. അത്തരമൊരു ആശങ്ക സമൂഹത്തിലുണ്ട്. ആ ആശങ്ക പരിഹരിക്കേണ്ടത് എല്ലാ മതത്തിലും എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾ ചേർന്നാണ്. അങ്ങനെ ഒരു കൂട്ടായ്മയാണ് ഉണ്ടാവേണ്ടത്. ഞങ്ങൾ നിലകൊള്ളുന്നത് അത്തരമൊരു കൂട്ടായ്മക്ക് വേണ്ടിയിട്ടാണ്. നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് രാജ്യത്തിൻ്റെ അന്തസ്സും രാജ്യത്തിൻ്റെ സമാധാനവും സംരക്ഷിക്കണം. പാർലമെൻറ്റിലും ഞങ്ങളത് തന്നെയാണ്. ഞങ്ങളെ തിരഞ്ഞെടുത്തയച്ചാൽ ഈ രാജ്യത്തിന് വേണ്ടി ശക്തമായിട്ട് അവിടെ വാദിക്കും. ഈ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ വാദിക്കും. ഒപ്പം കേരളത്തിൻ്റെ വികസനം, വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വികസനം, ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇതാണ് ജനങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ധാരാളം കാര്യങ്ങൾ ജനങ്ങൾ ഇങ്ങോട്ട് പറയുന്നുണ്ട്, അവരുടെ ആശങ്കകൾ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വികസന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത് അത്തരം എല്ലാ തരത്തിലുള്ള ചർച്ചകളും. ഏതായാലും ഇന്ത്യയുടെ മതേതര മുഖം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളും. അതിനൊപ്പം കേരളത്തിന്റെ ഉറച്ച ശബ്ദമായി ലോക്സഭയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ടീച്ചർ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം മേഘ മാധവൻ, കോഴിക്കോട്.